prayer. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം അതിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 32 വേഴ്സ് 27 to 31. Please read verse 29 once again. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. എല്ലാ Every eye closed in the presence of the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം. Let us be with a prayer that the Lord must speak to us tonight. ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ ഉണ്ടാകത്തുള്ളൂ. This evening we can have transformation only if the Lord speaks to us tonight. ഇന്ന് രാത്രി അതുകൊണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തെ അങ്ങ് തൊടണമേ. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് സംസാരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray, Lord, you must speak to me. Let your spirit touch me this evening, Lord. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, Our loving heavenly Father, ഈ രാത്രി പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. we come before your presence with prayer this evening. ഉപവാസത്തിന്റെ രണ്ടാം രാത്രി, The second night of our fasting, അങ്ങയുടെ വചനത്തിന് മുമ്പ് ഞങ്ങളായിരിക്കുമ്പോൾ we are seated before your word, Lord. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടേണ്ട ദൈവിക ആലോചനകളെ ദൈവം ഞങ്ങളോട് അറിയിക്കണമേ. Lord, give us the godly words that need to intervene into our lives this evening. നിഷ്ഫലമായി പോകുന്ന മാനുഷിക വാക്കുകളല്ല, ഫലമുള്ള ദൈവത്തിന്റെ വചനം തന്നെ ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. Not the temporal words of man, but the eternal powerful words of God be spoken here tonight. ഇന്ന് രാത്രി ചില ജീവൻ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. Let there be life manifesting among some of us this ഇതിനകത്ത് ചില evening. ചൈതന്യം വ്യാപരിക്കട്ടെ. Let there be movement and life among us this evening. ഇന്ന് രാത്രി മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ. Let glory be revealed in this place. അങ്ങയുടെ ശക്തി ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. Let the power of God be revealed in this place. അങ്ങയുടെ കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിക്കുന്നു. We submit the people into your mighty hands. അടിയനെ സമർപ്പിക്കുന്നു. I submit myself into your hands. എല്ലാ മഹത്വം കർത്താവിന്. Let all the glory be to the Lord. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ. In the name of Jesus Christ we pray, Father. ആമേൻ. ആമേൻ. ഇനി വചനത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം ഇൻട്രൊഡക്ഷനായി പറഞ്ഞിട്ട് കയറാം. Before I get into the word, let me give a short introduction. നമുക്കെല്ലാം അറിയാവുന്ന ഒരു തിരുവചന ഭാഗമാണ് എബ്രായ ലേഖനം 4 അധ്യായത്തിന്റെ 12 വാക്യം. We all know about Hebrews chapter 4 verse 12. അറിയാവുന്നവർ എൻ്റെ കൂടെ മലയാളത്തിൽ പറ, അല്ലാത്തൊരു ഇംഗ്ലീഷിൽ പറയണം. If you know it in Malayalam, you can say it in Malayalam, otherwise say it in English. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. സി മാൻ ഈസ് എ ട്രൈക്കോട്ടോമി, ശരിയല്ലേ? മനുഷ്യനിൽ 3 ഭാഗങ്ങളുണ്ട്. There are 3 parts to a human being. ദേഹം, Flesh, ദേഹി, spirit, ആത്മാവ്. soul. ഈ 3 മേഖലയിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. In every realm of human existence there can be problems and tribulations. ദേഹത്തിന് പ്രശ്നം വന്നാൽ നമ്മൾ ടോണി ഡോക്ടറെയോ അല്ലെ ഏഞ്ചൽ ഡോക്ടറെയൊക്കെ കാണും. If there is any problem in your body, you might go to Dr. Tony, don't come to me. ഇനി ദേഹിക്ക് പ്രശ്നം വന്നാൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണും. If you have any problem in your mind or in your soul, you can see a psychiatrist. ആത്മാവിന്റെ പ്രശ്നത്തിനോ? If there is any problem in your spirit, ഇനി ആരെങ്കിലും കണ്ടാലും വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നില്ല. even if you go to a person, there is no necessity that you will have an absolute solution there. ഇനി അതിന്റെ അടുത്തൊരു ലെവൽ പറയാം. Let me tell you, there's another level. ടോണി ഡോക്ടർ ഇഴുത്തുകയല്ല, എത്ര പ്രഗത്ഭനാണെങ്കിലും ഡോക്ടർമാർക്കൊക്കെ പലതിനും പരിമിതികളുണ്ട്. No matter how great and skilled a doctor might be, there are certain limitations to that doctor. എത്ര വലിയ സൈക്കാട്രിസ്റ്റ് ഗോൾഡ് മെഡലിസ്റ്റ് ആണെങ്കിലും ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒക്കത്തില്ല. No matter how great of a psychiatrist one might be, even if he is a gold medalist, he may not have solutions for your problems. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഓരോ വിഷയത്തിനും നമ്മൾ ഇൻഡിവിജ്വൽ ആൾക്കാരെയാണ് കാണുന്നത്. Let me say it this way, we go to these people as individuals for individual problem. പക്ഷേ ഇന്ന് രാത്രി നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം
ആമേൻ സ്തോത്രം. ഈ 3 മേഖലയിലും നമ്മെ വിടുവിക്കാൻ കരുത്തുള്ളതാണ്. But the word of the Lord that we are listening to tonight is able to touch us in every single realm of our existence. ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ വിഷയം നിങ്ങളുടെ ദേഹത്തിലാണെങ്കിലും നിങ്ങളുടെ ദേഹിയിലാണെങ്കിലും നിങ്ങളുടെ ആത്മാവിലാണെങ്കിലും ഇന്ന് രാത്രി വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാനും വിടുവിക്കാനും കഴിയും. If your problem is in the body, if it is in the mind or in the soul, this word has the authority to deliver you. സോ വചനം കേൾക്കുമ്പോൾ അതിനെ റിസീവ് ചെയ്യാനിരുന്നോണം. So when you're listening to the word of the Lord, be ready to receive it. ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു വെസലിന് മാത്രമേ നിറയാൻ ഒക്കത്തുള്ളൂ. Only when a vessel is open can it be filled. ഓപ്പൺ ആയിട്ടിരിക്കുന്നവരെ മാത്രമേ ദൈവം നിറയ്ക്കത്തുള്ളൂ. God can fill that which is open and only that. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ജിജോയ്ക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകാനോ എനിക്കൊരു ഫീഡ്ബാക്ക് തരാനോ നിങ്ങൾ സ്തോത്രം പറയണ്ട. Amen. This evening as you listen to the word, don't say stotram and hallelujah just to excite brother Jijo. ഞാൻ മാർത്തോമക്കാരുടെ സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. I have preached in a Marthoma church. ഇവാഞ്ചലിക്കൽ സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. I have preached in an evangelical church. ബ്രദറൻ പെന്തിക്കോസുകാരുടെ പ്രസംഗിച്ചിട്ടുണ്ട്. I have preached in a brethren church and Pentecostal church. ഇനി ഇത് നമ്മളെ പോലെ റിവൈവൽ ആയിട്ടുള്ള പെന്തിക്കോസുകാരുടെ പ്രസംഗിച്ചിട്ടുണ്ട്. I have also preached in a revival church like ours. സോ സാഹചര്യം ഒന്നും എനിക്ക് വിഷയമല്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ ഇല്ലേലും ഞാൻ ഇവിടെ പ്രസംഗിക്കും. So the situation is not an issue for me. Whether you say amen or stotram, I can still preach. പക്ഷെ ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ, But the reason I say this ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകാൻ is that those that listen to the word of the Lord must receive a deliverance. രാവിലെ കർത്താവിന്റെ ദാസൻ ഒരു കാര്യം പറഞ്ഞു, എവിടെയാ ദൈവസാന്നിധ്യം ഇറങ്ങുന്നേ? This morning the man of God said, where does the presence of God descend into? ഒത്തിരി ഒപ്പീനിയൻസ് നമ്മൾ കേട്ടു. We have heard many opinions. പക്ഷെ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. But a few things that the Lord imprinted on my heart, one or two things. യഹോശഫാത്തും കൂട്ടരും ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി. When Jehoshaphat and the people with him praised and worshipped the Lord, the presence of God descended among them. കാരാഗൃഹത്തിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി. When Paul and Silas worshipped the Lord in the prison, the presence of God descended. ആ സാന്നിധ്യം ഇറങ്ങിയിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു. And wherever the presence descended, miracles followed. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സാന്നിധ്യം ഇറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതല. In that case, if the presence comes down in our lives, we will have deliverance. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കേണ്ടത്. And so we are praising God so that we can experience His presence and His deliverance. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. May the Lord enable us to do so. നാം വായിച്ച വാക്യം നമുക്കെല്ലാം സുപരിചിതമാണ്. We know the passage that we have read very well. ഈ ഭാഗം കേട്ടപ്പോൾ ഇവിടുന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരെ പല പ്രസംഗങ്ങൾ പൊങ്ങി വന്ന് കാണാം. And from this passage, even the small children may have many sermons that they have in their own hearts. പക്ഷേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് ഇടപെട്ട ചില കാര്യങ്ങൾ ദൈവസഭയോട് അറിയിക്കാൻ ഞാൻ തയ്യാറാണ്. But I have come ready to share with the church of God a few things that the Lord spoke to me in my own prayer room. ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിച്ച വാക്യം നിങ്ങൾ കേട്ട് കാണും. അതിനകത്തൊരു പദമുണ്ട്, അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. I repeated a verse there. There the Lord blessed him. എവിടെയാ അനുഗ്രഹിക്കപ്പെട്ടെ? Where was he blessed? എവിടെ വെച്ചാ? Where was the place? ഞാൻ തന്നെ അങ്ങ് പറയാം, സമയമില്ല. നമ്മൾ ഒറ്റയടിക്ക് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ജാബോക്ക് അല്ലേ? ജാബോക്കിൽ വെച്ചാണ് അനുഗ്രഹിക്കപ്പെട്ടത്. We say that it was in the brook of Jabbok that the Lord blessed Jacob. ലിറ്ററലി അത് ശരിയായ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ്. And we know that that is a correct explanation. പക്ഷേ ആ ഭാഗത്തിൽ ആഴത്തിൽ നമ്മളത് വായിച്ച് മനസ്സിലാക്കിയാൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെടുത്ത് വെച്ചാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്. But when we go deeper into that word, Jacob is blessed under certain conditions. ഈ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഒരു ഫോർമുലയാണ്. When we talk about blessings, blessings are the result of a formula. നമ്മളെല്ലാം പറയാറുണ്ട്, ഒരു ദൈവദാസൻ എന്നോട് വന്ന് ദൂത് പറഞ്ഞു, ദൂത് ഇന്നും ദൂതായിട്ട് കിടക്കാൻ അനുഗ്രഹമായിട്ടില്ല. We may all say a prophet came and said this to me, that message is still a message and a prophecy, it has not become reality. കംപ്ലൈന്റ് മുഴുവൻ നമ്മൾ ആർക്ക് കൊടുക്കും? പാസ്റ്റർക്ക് കൊടുക്കും. And complaints are increasing and all of our frustrations will increase. എന്നാൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ തിരുവഴുത്ത് ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രോമിസ് വെറുതെ ബ്ലെസ്സിങ് ആകത്തില്ല. In the New Testament and in the Old, one thing we can understand, the prophecy and the promise will not become blessing without something. ബ്ലെസ്സിങ്ങിന്റെ ഫോർമുല കണ്ടീഷൻസ് പ്ലസ് പ്രോമിസ് ഈസ് ഈക്വൽ ടു ബ്ലെസ്സിങ്. Blessings have a formula, conditions plus promise equals blessing. എവിടെയാണോ നമ്മളോട് പറഞ്ഞ കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കും. Wherever God has given us certain conditions and we meet such conditions, God will fulfill that promise. അപ്പോൾ വാഗ്ദത്തം എന്താ നിവർത്തിക്കപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരം, കണ്ടീഷൻസ് നമ്മൾ ഇതുവരെ ഫുൾഫിൽ ചെയ്തിട്ടില്ല. So if you ask me why have my prophecies or my promises not come to pass, it could be that you have not met your conditions. ഇനി നമ്മുടെ വാക്യത്തിലേക്ക് കടന്നു വരാം. Let us come to the word. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു നമ്മൾ വായിച്ചു. We read that there the Lord blessed him. എന്നാൽ വാസ്തവത്തിൽ ഈ യാക്കോബിന്റെ മുകളിൽ മറ്റൊരു അനുഗ്രഹം കിടപ്പുണ്ട്.
But in reality, there is another blessing that is standing and hovering over Jacob's life. 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച്. Let's read chapter 28 and verse 1. ഫസ്റ്റ് പാർട്ട് മാത്രം. ആൻഡ് ബ്ലെസ്ഡ് ഹിം. ഓക്കെ, ഇനഫ്. ഇനി 27-ാം അധ്യായത്തിൽ ഈ യാക്കോബ് എന്ത് ചെയ്തതാ? അനുഗ്രഹം തട്ടിപ്പറിച്ചതാ. We see in chapter 27, Jacob stole the blessing of Esau. അപ്പൊ 2 പ്രാവശ്യം അനുഗ്രഹം വാങ്ങിച്ചവൻ ആര്? So Jacob is someone who has received blessings twice in his life. എന്നാൽ ഈ 2 അനുഗ്രഹങ്ങൾ ഒരു പരിധി വരെ പുള്ളിക്ക് പ്രയോജനമായില്ല. But these blessings could not become useful up to a certain point in the life of Jacob. കാര്യം 28-ാം അധ്യായത്തിൽ താൻ ഈ അനുഗ്രഹം എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഓടിച്ചെന്നൊരു സ്ഥലത്ത് ചെന്നു. Because we read in chapter 28, he received many blessings in 28 and ran to a particular place. അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ച്. Let's read verse 11. ബിക്കോസ് ദ സൺ ഹാസ് സെറ്റ്. നമ്മളത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ അത് ജിയോഗ്രഫിക്കലി സംഭവിക്കുന്നൊരു കാര്യം. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കും, വൈകുന്നേരം അസ്തമിക്കും. Geographically speaking, we all know that every day the sun rises and the sun sets. പക്ഷെ അത് കഴിഞ്ഞുള്ള സംഭവങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാൽ വാസ്തവത്തിൽ യാക്കോബിന്റെ ജീവിതത്തിലെ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു അവിടെ. But if you look at the exact reality of that situation, the truth is the sun was setting in the life of Jacob. തല നിറയെ അനുഗ്രഹമായിട്ട് ഓടുന്ന ഒരു മനുഷ്യനെ, പക്ഷെ മുൻപോട്ടുള്ള ജീവിതം മുഴുവനും താറുമാറായിപ്പോയി. He is a man who is carrying a lot of blessings on his head, but his life is truly walking into a season of sunset. മാനുഷികമായി നോക്കിയാൽ, നമ്മുടെ നോട്ടത്തിൽ നോക്കിയാൽ പുള്ളിയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. From a physical realm, you could say Jacob is most blessed. കാരണം ഒരു വടിയുമായിട്ട് യാബോക്ക് കടന്ന മനുഷ്യൻ തിരിച്ചു വരുന്നത് വലിയൊരു കൂട്ടവുമായിട്ടും വലിയൊരു സംഘം തലമുറയായിട്ടും 2 ഭാര്യമാരുമായിട്ടും. Because a man who crossed the brook with a staff in his hand returned with two camps and 2 wives in each camp. പക്ഷെ വാസ്തവത്തിൽ യാക്കോബിനെ മാറ്റി നിർത്തി നമ്മളൊന്ന് ചോദിച്ചാൽ പുള്ളി പറയും, ഞാൻ ഈ അനുഗ്രഹം ഒക്കെ വെട്ടിപ്പിടിച്ചെങ്കിൽ ഒറ്റ രാത്രി പോലും ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല. If you spoke to Jacob, Jacob would say, though I had all these blessings in my life, I could not sleep even a single night in peace. വലിയ കൂട്ടവും വലിയ തലമുറയും 2 ഭാര്യമാരുമായിട്ട് വന്നിട്ട് മുമ്പോട്ടുള്ള യാത്രയിലെല്ലാം ഭയം നെടിലിച്ച് നിൽക്കുക. Though he had a great encampment of blessings and 2 wives and all the generations, he is standing in fear in front of that brook. ഈ ഒരു ബുദ്ധിമുട്ട് താൻ മനസ്സിലാക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ യാബോക്കില. Jabbok is the place where he is realizing the intensity of his situation. ജീവിതത്തിന്റെ തിരക്കിൽ പലപ്പോഴും നാമും പലതും തിരിച്ചറിയാതെ ഇങ്ങനെ ഓടുക. പക്ഷെ ഒരു സർട്ടൻ പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത്, ദൈവമേ, ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും എല്ലാം വ്യർത്ഥമായ കാര്യത്തിന്റെ പുറകിലായിരുന്നു. Similarly, in our lives, we are walking about and running around with many things on our heart, but when we get to a certain point, we realize, Lord, everything that I have run and worked hard for has been in vain. അപ്പോഴേക്കും ഒരുപക്ഷെ സമയങ്ങൾ ഒത്തിരി കഴിഞ്ഞു പോയെന്നിരിക്കുക. And it may be that much time has passed by. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. എപ്പോഴാണോ ദൈവിക ഇടപെടൽ നമുക്കുണ്ടാകുന്നത്, അപ്പോൾ നമ്മളങ്ങ് സറണ്ടർ ചെയ്ത് കൊടുത്താൽ കാലതാമസങ്ങളെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. But let me share with you this evening, in the moment that we surrender before the Lord, that is the time that the Lord will command a change in your seasons. ഈ യാക്കോബിനോട് ദൈവം ബേഥേലിൽ വെച്ച് സംസാരിച്ചതാണ്. It was God who spoke to Jacob in the place called Bethel. ദൈവത്തിന് അവനെക്കുറിച്ചുള്ള വിളി എന്താണെന്ന് കൃത്യമായിട്ട് അവനോട് പറഞ്ഞതാണ്. God had clearly explained to him the call upon his life. ഇതെല്ലാം കേട്ടിട്ടും അവൻ അവൻ്റെതായ ചിലത് ഉണ്ടാക്കാൻ, ചില സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ അവൻ ഓടിപ്പോയി. Even after hearing all this, he went after building his own empires. പക്ഷേ അവന്റെ സാമ്രാജ്യമായി അവൻ തിരിച്ചു വരുമ്പോഴാണ് അവൻ മനസ്സിലാക്കി താൻ ഓടിയതെല്ലാം വ്യർത്ഥമായ കാര്യങ്ങളുടെ പുറകിലാണ്. When he returned with an entire empire behind him, he understood finally that all of this was in vain. യാക്കോബിനെ ദൈവം വിളിച്ചിട്ട് കൊടുക്കുന്ന അനുഗ്രഹം മറ്റാർക്കും കൊടുക്കാത്ത അതിശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം. The kind of blessing that God was about to give Jacob was a most blessed and unique blessing that no one else could have given him. ബഥേലിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് അവനെ അനുഗ്രഹിക്കുന്നുണ്ട്. God blessed him in Bethel, having spoken much words. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പറയുന്നത് ജേക്കബ് ignored it. But the most important thing that God spoke to him was ignored by Jacob. എന്തായിരുന്നു അനുഗ്രഹം? What was that blessing? 14-ാം വാക്യം. Verse 14. ഉണ്ടോ? അതിൻ്റെ ഒന്നുകൂടെ ആ ലാസ്റ്റ് പാടൊന്ന് വായിച്ചേ. ഇൻ യോർ സീഡ് all the families of the earth shall be blessed. ഒരു പദം കേട്ടോ, in your seed.
We see a point there, in your seed. യാക്കോബിനെ ദൈവം വിളിച്ചത് ആടുമാടിനെ വളർത്താനല്ല. God did not call Jacob to tend to flocks. ഒത്തിരി മക്കളെ ഉണ്ടാക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി അതിനകത്ത് സംതൃപ്തനാകാനല്ല. Even though God's desire is to give the blessing of children, the goal was not to find satisfaction in generations. യാക്കോബിനെ ദൈവം വിളിച്ചതിന്റെ പിമ്പിലെ ഉദ്ദേശം തന്നിലൂടെ വെളിപ്പെടുന്ന ഒരു സന്തതിയുണ്ട്, അവനിലൂടെ ലോക ജനത അനുഗ്രഹിക്കപ്പെടണം. There is a greater purpose behind this blessing. In his seed, through his generations, all the people of the earth must be blessed. ഇന്ന് രാത്രി ഞാൻ പറയാതെ തന്നെ അറിയാം ആ ഓഫ് സ്പ്രിങ് ആരാണെന്ന്. You all know without me explaining it to you who that offspring is. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ് ആ ഓഫ്സ്പ്രിങ്. This offspring is the Jesus that I preach to you this evening. യാക്കോബിനെ ദൈവം വിളിച്ചത് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താനാ. God called Jacob that he might reveal Jesus through him. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ നമ്മളെ വിളിച്ചതും യേശുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്താനാ. In that case, God has called each one of us in this generation that Jesus would be revealed through us. പക്ഷെ പലപ്പോഴും നമ്മൾ അത് മറന്ന് നമ്മുടേതായ ഇൻട്രസ്റ്റിന്റെ പുറകെ ഓടുക. And so many times we forget that purpose and we run behind many other നമ്മൾ things. അങ്ങ് അതിന്റെ പുറകിലെല്ലാം ഓടിയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത് അയ്യോ സമയമെല്ലാം കഴിഞ്ഞു പോയാൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. And after having run behind many other things, when we get to a particular point with much time passing us by, we realize what the real രാത്രി purpose ഒന്നുകൂടെ is. ശക്തിയുക്തം ഞാൻ പറയുന്നത്, എന്നെ നിങ്ങളെ ദൈവം വിളിച്ചത് നമ്മളിലൂടെ ക്രിസ്തു വെളിപ്പെട്ടു വരാൻ. Let me repeat it to you one more time. God called you and me in order to reveal Jesus through us. ഇനി നോക്കിയേ, ഈ എപ്പോഴും ദൈവം തന്റെ ജനത്തെ ഒരു കൂട്ടത്തിനകത്തു നിന്ന് എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, If you look very closely, whenever God pulls somebody out of an encampment, അതിനകത്തെല്ലാം ദൈവം അർത്ഥമാക്കുന്നത് നിന്നെ എനിക്ക് യുണീക്ക് ആയിട്ട് ഉപയോഗിക്കണമെന്നുള്ളതുകൊണ്ടാണ്. you see that God chooses that person and says, I want to make you unique from the group that you were separated from. നമ്മളെ ഒരു പ്രത്യേക ദേശത്തേക്ക് ദൈവം പറിച്ചു നടുന്നുണ്ടെങ്കിൽ അതിന്റെ പിമ്പിൽ ദൈവത്തിന് ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ട്. And if God plants you into a particular place, there is a divine plan behind that plant. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് പറയാം. Let me tell you a few examples. കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടുവന്നത് അവനിലൂടെ ഒരു വാഗ്ദത്ത സന്തതി പുറത്തു വരാൻ. God brought Abraham out of the land of Ur, which was the land of the Chaldeans, that Jesus would be revealed through Abraham. മിസ്രൈമിൽ നിന്നും ഇസ്രായേലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. God brought Israel out of Egypt that the promise of God would be fulfilled through them. അങ്ങനെയെങ്കിൽ കേരളത്തിലോ ഗൾഫിലോ ഒക്കെ കിടന്ന് നമ്മളെ അവിടെ നിന്ന് പറിച്ച് ഈ ദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പദ്ധതി നമ്മിലൂടെ ക്രൈസ്റ്റ് റിവീൽ ആയി വരണം. In that case, if God brought you out of Kerala or Gulf or wherever you're from, that means there is an ultimate plan of revealing Jesus through you. ഈ മിസ്രൈമിൽ ചെന്നിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. There was something that God wanted the Israelites to say in Egypt. പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്, God is taking them to the land of milk and honey, Canaan. പക്ഷെ അവരെ കുറിച്ചുള്ള പദ്ധതി എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണമെന്നുള്ളത്. But the purpose of God concerning them, let my people go that they may worship me. ഇതിനകത്ത് ഭൗതികം ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഡിവൈൻ പർപ്പസിന് വേണ്ടിയാ ദൈവം നിന്നെ വിളിച്ചു വേർതിരിക്കുന്നത്. Even though there is a physical element of blessing there, the ultimate plan is to reveal the divine plan of God. നമ്മളെല്ലാം അമേരിക്കയിൽ വന്നു. We all came to America. നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാത്ത ഒത്തിരി പേരും വന്നിട്ടുണ്ട്. Even people who did not pray have come and joined us in America. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എന്നെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് നമ്മിലൂടെ ഈ രാജ്യം കർത്താവിനെ അറിയേണ്ടതിനാണ്. But I believe that God brought me and you into this land that he may reveal himself through us. എന്റെ അനുഭവം ഞാൻ പറയാം. Let me share my experience. 5 വർഷം മുമ്പ് Before 5 years ago, ഞങ്ങൾ ഫാമിലി ആയിട്ട് as a family, ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പൈസയും കൊടുത്ത് ടെസ്റ്റും പാസ്സായി എല്ലാം ഓക്കെ ആയിരുന്നവരാ. we passed the test, we gave the money, we had all the okays to go to Australia. നാളെ എല്ലാം നടക്കുമെന്ന് ചിന്തിച്ചിരുന്ന രാത്രിയിലാണ് ലോക്ക്ഡൌൺ വന്നത്. When we thought everything was good to go, lockdown hit us. 3 വർഷം കൊണ്ട് ഞങ്ങളുടെ ഫയൽ എവിടെയോ വെള്ളത്തിനടിയിൽ പോയി. And for 3 years our file just drowned among other papers. വീണ്ടും പൈസ കൊടുത്ത് റീഅപ്ലൈ ചെയ്തു. Again we paid the money and reapplied. Everything went smooth. Everything went through. എല്ലാം ഓക്കെ ആവുമെന്ന് കരുതി ഒരു ദിവസം ഞാൻ ആ പോർട്ടലിൽ കയറി നോക്കിയപ്പോഴാണ് അവിടുന്ന് അവർ ഫയൽ ക്ലോസ് ചെയ്തു. കാരണം ഞങ്ങൾ അപ്രോച്ച് ചെയ്ത ഏജൻസിയുടെ ഒരു മിസ്ക്രിപ്പൻസി കാരണം അത് ക്ലോസ് ചെയ്തു. Then when we thought when everything was good to go, they closed our file because there was a discrepancy with our agency. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നും ഈസ്റ്റിലോട്ട് ഫ്ലൈ ചെയ്യാനിരുന്നവനാ.
I was a man who was ready to fly east from India. പക്ഷേ ദൈവം എന്നെ ഈസ്റ്റിലോട്ടല്ല പറപ്പിച്ചത്, ദൈവം എന്നെ വെസ്റ്റിലോട്ട് പറപ്പിച്ചു. But God did not fly me towards the east. God flew me towards the west. ഞാൻ പോയി ജോലി ചെയ്ത് അവിടെ സെറ്റിൽ ആകാൻ പോയ എന്നെ ദൈവത്തിന്റെ വചനം പഠിക്കാൻ ദൈവം ഇവിടെ അയച്ചെങ്കിൽ I still believe that there is a purpose behind that. If God took me and flew me here when I thought I would go there and work and brought me to study the word of God, I believe the purpose of God is in അങ്ങനെയെങ്കിൽ this. ഇന്ന് രാത്രി ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന നമ്മെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിമ്പിലെ ദൈവത്തിന്റെ ഉദ്ദേശം ഓരോ വ്യക്തിയിലൂടെ ക്രിസ്തു വെളിപ്പെട്ടു വരണം. In that case, this word of God is coming to you that the purpose of God should be revealed in every single person as you listen to this word. അപ്പൊ നമ്മൾ ചിന്തിക്കും ഇനി എല്ലാം പ്യൂറായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം വിശുദ്ധന്മാരെ മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. We might think only the pure and the saintly and the holy ones can be used by God. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കത്തില്ല. If that's the case, I would not be standing before you. നമുക്ക് ഈ യാക്കോബിന്റെ ചരിത്രം തന്നെ നമുക്ക് നോക്കി. Let us look at the history of Jacob first. യാക്കോബിന്റെ ബയോഡേറ്റ നമ്മുടെ ഫ്രണ്ടിലോട്ട് കിട്ടുക. We see the biography or the biodata of Jacob before us. ഒരു 3-4 ക്വാളിറ്റി ഞാൻ പറയാം. Let me tell you 3 or 4 qualities of ജനിച്ചു Jacob. വീണതേ ചേട്ടന്റെ കാല് പിടിച്ച് വലിച്ചോണ്ട. Right at the point of birth, he was the child that grabbed a hold of his twin brother and pulled him back. അപ്പൊ വേറൊരുത്തനെ കാലെ പിടിച്ച് വലിക്കാനായിട്ടും വലിച്ച് താഴെ ഇടാനായിട്ടും PhD എടുത്തോണ്ടാ പുള്ളി ജനിച്ചു വീണത്. He was a man who took a PhD degree in pulling other people down. എന്ന് വെച്ചാൽ നല്ലൊരു പിടിച്ചുപറിക്കാരനായിരുന്നു. In other words, he was a man who was ready to pull others down. പുള്ളി പോയിടത്തെല്ലാം പിടിച്ചുപറിയാൻ നടത്തി. Everywhere he went, he would pull things towards himself for his own benefit. രണ്ടാമത്തെ കാര്യം he was a good bargainer. Secondly, he was a good bargainer. ചേട്ടന്റെ അടുത്ത് ബാർഗൈൻ ചെയ്ത് എന്തോ വാങ്ങിച്ചു. He bargained well with his own brother and took the birthright from Esau. ബർത്ത് റൈറ്റ് വാങ്ങിച്ചു. Amen. ഇനി മൂന്നാമത്തെ കാര്യം he was a good deceiver. Thirdly, അവൻ ചതിക്കുന്നവനായിരുന്നു. അപ്പനെ ചതിച്ചു, He deceived his father, സഹോദരനെ ചതിച്ചു, deceived his brother, അമ്മായിയപ്പനെ ചതിച്ചു. deceived his father-in-law. നമ്മളാണ് ഈ പുള്ളിയെ ക്വാളിഫൈ ചെയ്യാനായിട്ട് എടുക്കുന്നതെങ്കിൽ എന്തോ ചെയ്തേനെ. If we are people who are looking at his qualifications, what would we do? ഡെഫിനറ്റ്ലി പുള്ളിയുടെ ബയോഡേറ്റ നമ്മൾ ആദ്യം ചുരുട്ടിക്കൂട്ടി എവിടോട്ട് ഇടും. We will take his resume and crumple it and throw it in the trash can. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. But this night, let me say to you, ലോകം വിടക്കം എണ്ണിയതിനെയൊക്കെയാണ് ദൈവം ഉപയോഗിച്ചത്. whatever the world has rejected and considered lowly, God has begun to use. ലോകം എഴുതി തള്ളുന്നതിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. It is what the world writes off that God begins to use. ലോകം കാണുന്നത് പോലെയല്ല ദൈവം നമ്മെ കാണുന്നത്. God does not see us the way the world sees us. ഇന്ന് രാത്രി ആരുടെയെങ്കിലും ഉള്ളിലൊക്കെ കുറ്റബോധം ഇങ്ങനെ നിഴലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവി ഞാൻ അതിനെ റെബ്യൂക്ക് ചെയ്യാം. Let me tell you, if anybody is walking here with a lot of guilt in your heart, I rebuke that in the name of Jesus. കർത്താവ് വന്ന നീതിമാന്മാരെ തേടിയല്ല. God did not come in search of the righteous. കർത്താവ് വന്ന് പാപിയെ തേടിയാ. God came in search of the sinners. ലോകം പാപിയെ വിടക്കം എണ്ണി മുദ്ര കുത്തി എഴുതി തള്ളുമ്പോൾ, When the world has rejected sinners as useless and written them off, കർത്താവ് അവരെ മാത്രമേ തേടി വന്നേ. God only came in search of the sinners. ഞാനൊരു ഉദാഹരണം പറയാം ബൈബിളിൽ നിന്ന്. Let me share one more thing from the word. ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ, There was a man named Zacchaeus. he was a tax collector. He was a tax collector. മാത്രമല്ല പുള്ളി ടാക്സ് കളക്ടറിൽ പ്രമാണിയാണ്. He was also one of the chief tax collectors. ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആൾക്കാരായി ഈ ടാക്സ് കളക്ടേഴ്സ് എന്ന് പറയുന്നത്. These tax collectors were well hated by the Jewish community. ഈ റോമൻ ആധിപത്യത്തിൽ കിടക്കുന്ന യഹൂദ ജനത്തിന്റെ കയ്യിൽ നിന്നും ഈ ജാതികളെ സേവിക്കുന്ന റോമക്കാർക്ക് വേണ്ടി കടുത്ത നികുതി വാങ്ങിച്ചു കൊടുക്കുന്ന മനുഷ്യനാണ്. These were tax collectors who would rob the Israelite community for the sake of the benefit of the Roman rulers. ഒരിക്കലും ഒരു ബൈബിൾ സ്കോളർ എടുത്തൊരു ബൈബിൾ ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടതാണ്. I heard a scholar teaching in a Bible class. ഇവിടുത്തെ കൂട്ടൊന്നല്ല ഈ ടാക്സ് പിരിക്കുന്നത്. Not like the people who were collecting taxes here. ഞാനിപ്പോൾ ഇത്രയും ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുക. I'm wearing all these clothes before you. എൻ്റെ കാലെ കിടക്കുന്ന സോക്സ് ഒന്നെന്നും പറഞ്ഞവൻ ടാക്സ് എണ്ണു. They will even take the socks from my feet as a tax. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ കിട്ടുന്ന കാശ് മുഴുവൻ ടാക്സ് കൊടുക്കാനേ ഉള്ളൂ. In other words, everything that they were earning had to go towards a tax. അപ്പോൾ പാവം പിടിച്ചവൻ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഉടനെ അവനെ കാണുമ്പോൾ തന്നെ ഈ ടാക്സ് മുഴുവൻ പിടിച്ചോണ്ടങ്ങ് പോവാ. So when a poor man would come home from a day's labor, his labor and the salary would be taken as tax. അപ്പോൾ ഇവനെ കാണുമ്പോൾ ആളുകൾക്ക് സന്തോഷം തോന്നുമോ? So will you be happy if you see such a person? ഒരിക്കലും തോന്നത്തില്ല. You will never be happy with ഇനി such a person. രണ്ടാമത്തെ കാര്യം, ഇവൻ ടാക്സ് പിരിക്കുന്നവനായതുകൊണ്ട് ഇവനെ ചർച്ചിനകത്ത് കയറ്റത്തില്ല. Secondly, because he's a tax collector, he was not allowed into the church. അവന്റെ ദശാംശം ചർച്ചിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല. He cannot bring his tithe into the temple. ഒറ്റ പ്രീസ്റ്റ് അവന്റെ വീട്ടിൽ പോകത്തില്ല. Not a single priest will walk into his അവന്റെ house. സഭക്കാർ അവന്റെ വീട്ടിൽ പോകത്തില്ല. Not even the church members will go into the house. ഇനി നിങ്ങൾ അവന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചേ. Now think about his mental state. എത്ര ക്രൂരനാണെന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങളിലൊക്കെ ചില വേദനകൾ ഉണ്ടാകും.
No matter how far this goes, there will be certain situations മനുഷ്യനെ ഏറ്റവും there കൂടുതൽ will be sorrow. തകർക്കുന്ന ഒരു കാര്യമാണ് ഒറ്റപ്പെടുത്തൽ. Something that bothers a human being most is the sensation of loneliness. എത്ര ശക്തന്മാരാണെങ്കിലും ഒറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകും. No matter how mighty men can be, if they go through loneliness, they will go through severe difficulties. അപ്പൊ സക്കായിയുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കി. So think about the life of ഇനി Zacchaeus. സക്കായി അങ്ങോട്ട് മാറ്റി നിർത്തും. Zacchaeus was standing aside. സക്കായിയുടെ വീട്ടിൽ ഭാര്യയും മക്കളും കാണുമല്ലോ. He might have a wife and look at his children. എന്നും ഈ വീട്ടിൽ പരാതിയായിരിക്കും. There will be failure always in this house. മനുഷ്യ നിങ്ങൾ ഒരുത്തൻ കാരണമായിരിക്കാം എൻ്റെ വീട്ടുകാർ പോലും ഇവിടെ കയറാത്തെ. Because of this one man, no one is even coming to our house, the wife might say. അയൽവക്കക്കാർ നമ്മളെ നോക്കി ഒരു ഹായ് പോലും പറയുന്നില്ല. The neighbors will not even say hi to us. അപ്പൊ ഈ വീട്ടിനകത്ത് എന്നും പ്രശ്നവും ബുദ്ധിമുട്ടും വേദനയും മാത്രമേ ഉള്ളൂ. So there is always quarreling and restlessness in this house. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഭവനം. A house that no one will even turn back to. എന്നാൽ ഈ ഭവനത്തിലേക്കാണ് യേശു കർത്താവ് വന്നത്. But into this house Jesus entered. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ വീട്ടിൽ പ്രീസ്റ്റ് വരത്തില്ല. I told you priests don't enter such a പള്ളിക്കാർ house. വരത്തില്ല. The neighbors don't come. അയൽക്കാർ വരത്തില്ല. The neighbors don't come. പക്ഷെ ഞാനൊരു കാര്യം പറയാം. Let me tell you one thing. ഇവരാരും വരാതിരുന്നപ്പോൾ ആ വീട്ടിലേക്ക് യേശു വന്നു. When no one else would come into that house, Jesus walked into that house. ആ വീട്ടിൽ ഒരു പുരോഹിതൻ വന്നാൽ നടക്കാത്തത് യേശു വന്നപ്പോൾ നടന്നു. What could not happen when a priest entered that house? When Jesus entered that house, it happened. അങ്ങനെയാണെങ്കിൽ ലോകം നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ വിധിയെഴുത്തുകൾ നടത്തിയാലും ആര് നിങ്ങളെ കണ്ടില്ലെങ്കിലും ഇന്ന് രാത്രി നിങ്ങളെ കാണുകയും നിങ്ങളെ ആശ്ലേഷിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. Let me tell you, no matter who considers you, no matter who neglects you, there is a God in heaven who sees you and understands you. ഇന്ന് രാത്രി അവന്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുക. Tonight the love of God is calling us. അപ്പൊ നോക്കി എല്ലാവരും എഴുതിത്തള്ളാൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചത്. So we see a Jacob who would have had every single person reject his qualifications that God ഇനി ഞാൻ blessed. വേഗത്തിലേക്ക് എന്റെ മെസ്സേജിന്റെ ക്രക്സിലേക്ക് കയറാം. Let me get into the crux of my message quickly. എവിടെ വെച്ചാ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്? So where was Jacob blessed? ഞാൻ മുമ്പേ പറഞ്ഞു ലിറ്ററലി നമ്മൾ നോക്കിയാൽ യാബോക്കിൽ വെച്ച് I അനുഗ്രഹിക്കപ്പെട്ടു. told you, literally speaking, it was a place called Jabbok. ഇനി ആ യാബോക്കിന്റെ സാഹചര്യം ഒന്ന് പറയാം. Let me tell you about the situation of Jabbok. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച സ്ഥലമാണ് യാക്കോബിനെ സംബന്ധിച്ച് യാബോക്ക്. Jabbok was a place, especially concerning the life of Jacob, that everything in his life had sunset in his life. അവിടെ ഒരു ആത്മീക ദൂതുണ്ട്. There is a spiritual message there. ജീവിതത്തിൽ എല്ലാം അവസാനിക്കുന്ന ഇടമല്ല യാബോക്ക്. Jabbok is a place where everything comes to an end. ജീവിതത്തിലെ ചില പുതിയ തുടക്കങ്ങളുടെ ഇടമാണ് യാബോക്ക്. But it is also a place where there are some new beginnings in Jabbok. യാക്കോബിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. Let me tell you from the life of Jacob. എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറഞ്ഞ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, If there is anyone listening to me thinking that every door is closed to me, യാബോക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, ഇതിനപ്പുറത്ത് ജയകരമായ ഒരു യാത്ര മുമ്പ് ദൈവം ഒരുക്കുന്നുണ്ട്. Jabbok may seem like the end of your life, but beyond this there is a new beginning that God has for you. നിങ്ങളുടെ ജീവിതത്തിലെ യാബോക്ക് കണ്ട് പരിഭ്രമിച്ച് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. യാബോക്കിന്റെ നടുവിൽ നീ മുട്ടുമടക്കാൻ തയ്യാറായാൽ അടുത്ത അധ്യായം നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു അധ്യായമായി മാറും. Don't look at Jabbok and lose your heart in hopelessness. Receive the promise that Jabbok can be a place where God will begin a new chapter in your life. യാക്കോബിന്റെ ജീവിതത്തിൽ യാബോക്ക് വഴിമുട്ടാൻ കാരണം ഏശാവാ. The reason Jabbok was a place in Jacob's life was because of Esau. പക്ഷേ അതേ ഏശാവിനെ തനിക്ക് അനുകൂലമായി തിരിക്കുന്ന അധ്യായമാണ് അടുത്ത അധ്യായം. But the very next chapter is where Esau becomes favorable towards അപ്പൊ Jacob. നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും ആ ഭയപ്പെടുന്ന വിഷയത്തെ നിങ്ങൾക്ക് അനുകൂലമായി തിരിക്കുന്ന ഇടമാണ് നിങ്ങളുടെ പ്രാർത്ഥനാമുറി. No matter what people are unfavorable to you, your prayer room is a place where your enemies will become favorable to you. പ്രാർത്ഥനയ്ക്ക് തിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമില്ല. There is no situation that prayer cannot turn around. പ്രാർത്ഥനയ്ക്ക് മാറ്റാൻ കഴിയാത്ത ഒരു അന്തരീക്ഷവും ഇല്ല. There is no situation that prayer cannot turn around. ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ എഴുതി തള്ളിയാലും പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റും. No matter who declares an end to your life, prayer will change your life. നിങ്ങൾ തിരുവചനം അടിമുടി പരിശോധിച്ച് നോക്ക, വായിച്ചു നോക്ക, പ്രാർത്ഥിച്ചവൻ വിഷയങ്ങളുടെ മേൽ ജയം കൊണ്ടാടിയിട്ടുണ്ട്. Look at the word of God deeply. Those that pray have experienced great victory. പ്രാർത്ഥിച്ചവൻ മാത്രമേ തിരുവെഴുത്തിനകത്ത് അസാധാരണമായ ചിലത് ചെയ്തിട്ടുള്ളൂ. Only those that are prayerful have done the extraordinary in the word of God. ഒറ്റ ഉദാഹരണം പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരണ തരുന്നതുകൊണ്ട് ഞാൻ പറയാം. One example that the Holy Spirit is inspiring me to share with you. നിങ്ങളിൽ എത്ര പേര് 1 ദിനവൃത്താന്തം 1 തൊട്ട് 11 വരെ ഇടപെടാതെ വായിച്ചിട്ടുണ്ട്? First Chronicles chapter 1 to 11. How many of you have read? How many of you have read that passage? ഒരു അധ്യായം വായിക്കുമ്പോഴേ നമ്മളോട് നിർത്തും. When you will finish after the very first chapter. കാര്യം എന്നാ?
The reason is അത് ജീനിയോളജി പറയുക അല്ലെ ക്രോണോളജി പറഞ്ഞു പോവുക. it's full of genealogies and അപ്പൊ chronologies. ക്രോണോളജി പറയാനായിട്ട് 11 അധ്യായം മാറ്റി വെച്ചു. So there are 11 chapters set aside for chronology and genealogy. പക്ഷേ ആ പാറ്റേൺ ഇടയ്ക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? But have you noticed that there is a change in that pattern in that book? ഏത് അധ്യായത്തിലാ? Do you know which chapter that is? 4-ാം അധ്യായം. It is in chapter 4. ആരുടെ കാര്യം പറഞ്ഞപ്പോഴാ? Who is this about? യെസ്, ജബ്ബേസിന്റെ കാര്യം It പറഞ്ഞപ്പോൾ. is about the life of Jabez. 4 അധ്യായം പരിശുദ്ധാത്മാവ് തന്റെ ലേഖകനെ കൊണ്ട് ഇങ്ങനെ എഴുതിച്ചു വന്നപ്പം And after 4 chapters were written with the writers and the inspiration of the Holy ഞാൻ Spirit. വിശ്വസിക്കുന്നു പരിശുദ്ധാത്മ പറഞ്ഞു ഒന്ന് നിർത്തി ഇപ്പൊ പോകുന്ന പാറ്റേൺ ഒന്ന് മാറ്റണം. And I believe right then the Holy Spirit said, hold on, we're changing the pattern for a second. I need to say something about a particular man. ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ ചിലതിനെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരുവനെ കുറിച്ച് പറയാൻ പരിശുദ്ധാത്മാവ് ചില അധ്യായങ്ങൾ മാറ്റിവെക്കും. And the Lord set aside certain places for the man of God who is prayerful to be written about in that book. ഇന്ന് രാത്രി എല്ലാവരും പോകുന്നത് പോലെ പോകാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ എല്ലാവരെയും പറയുന്നവരുടെ കൂട്ടത്തിലല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. നിന്നെ പറ്റി ചിലത് പറയാൻ ദൈവാത്മാവ് ചില അവസരങ്ങളെ ഒരുക്കും. God has not created you to live like everyone else. God will create certain situations where you will break pattern and you will be different from those that you're called out of. എന്താ ജബേസിന്റെ ചരിത്രം? What was the history of Jabez? സ്വന്തം അമ്മ വിധി എഴുതി ഇവൻ ഒരു വ്യസനപുത്രനാണ്. His own mother declared that he is the son of pain. ഓൾഡ് ടെസ്റ്റ്മെന്റ് നമ്മൾ പഠിച്ച ചുമ്മാ ആർക്കും പേരിടത്തില്ല. We cannot just go forward when we look at the Old Testament. ആ പേര് അവന്റെ ലൈഫായിരിക്കും. That became his life. 1-2 എക്സാമ്പിൾ പറയാം. Let me tell you an example. Solomon. പീസ് എന്ന വാക്കിന്റെ അർത്ഥം ശലോമോൻ, പീസ്. Peace. The word means peace. ശലോമോന്റെ ജീവകാലത്തൊന്നും ഒറ്റ യുദ്ധം ഉണ്ടായില്ല. In the life of Solomon there was not a single war in the country. യോശുവ എന്ന വാക്കിന്റെ അർത്ഥം സേവ്യർ എന്നാ. Joshua means savior. അവനാണ് വാഗ്ദത്ത ദേശത്തെ പിടിച്ചടക്കി കൊടുത്തത്. He was the man that took hold of the promised land and gave it to the people. ജബേസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാ. Jabez means son of suffering or son of pain. ആ വ്യസനപുത്രൻ എന്ന് അമ്മ എഴുതി കൊടുത്തെങ്കിൽ അവൻ വ്യസനപുത്രനായിരിക്കും. That means if the mom called him son of pain, he will be the son of pain the rest of his life. പക്ഷെ പ്രാർത്ഥന അവന്റെ മേലുള്ള കെട്ടിനെ പൊട്ടിച്ചു. That praise be to God, prayer broke the bondage that was declared over him. ഇന്ന് രാത്രി അപ്പ ശപിച്ചാലും അമ്മ ശപിച്ചാലും പ്രാർത്ഥന നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റും. Even if your mother and your father curse you, prayer will change the course of your life's history. ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റും. The presence of God will change the course of our ഇന്ന് രാത്രി history. നിങ്ങളുടെ മേൽ ആരൊക്കെ എന്തൊക്കെ വിധി എഴുത്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് നിന്റെ സ്ഥിതിയെ മാറ്റാൻ പറ്റും. No matter what people declare about you, I believe God will change my history. അടുത്തൊരാളുടെ ചരിത്രം കൂടെ പറയാം. Let me tell you about the history of another അപ്പ man. ശപിച്ച മോനാ ലേവി. He was a man who had been cursed by his own father എന്താ Levi. ലേവിയോട് പറഞ്ഞേ? What did the father say to Levi? എൻ മനമേ അവന്റെ മന്ത്രണത്തിൽ കൂടരുത്. Let not the sons of my camp join him. അവന്റെ യോഗത്തിൽ പോകരുത്. Let them not join his fellowship. സ്വന്തം അപ്പം ശാപം കൊടുത്തു വിട്ടു. His own father cursed him and left him. പക്ഷെ സംഖ്യയിലാണോ ആവർത്തനത്തിലാണോ ഒരു ഭാഗം ഇങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. But I don't remember if it is in the book of Deuteronomy or in Numbers. യഹോവ ലേവിയെ അനുഗ്രഹിക്കാൻ വേർതിരിച്ചു. The Lord decided to separate Levi to bless him. എന്താ അവന് കൊടുത്ത അനുഗ്രഹം? What was the blessing of Levi? സ്വന്തം അപ്പം പറഞ്ഞു 11 പേരോടും പറഞ്ഞു ഇവൻ വെക്കുന്ന യോഗത്തിന് പോകരുത്. The Lord, his own father said to Levi, all the 11 brothers must not join his camp. അവന്റെ മന്ത്രണത്തിൽ കൂടരുത്. Do not enter his household. പക്ഷെ ദൈവം പറഞ്ഞു But God said, ഇനി നിന്റെ വീട്ടിൽ യോഗം നടക്കണമെങ്കിൽ ലേവി വരണം. if you want to have a prayer meeting in your house, Levi should come to your house. നിന്റെ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ ലേവി വരണം. If you want to dedicate your child, Levi should come. നിനക്കൊരു വീട് വെച്ച് അത് പ്രാർത്ഥിക്കണമെങ്കിൽ ലേവി വരണം. After you buy your house and you want to bless the house, Levi needs to come. ഇന്ന് രാത്രി മനുഷ്യൻ എഴുതിയ ചരിത്രത്തെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. You and I are serving a God who is able to rewrite the history of our നീ lives. പ്രാർത്ഥനയിൽ മുന്നേറാൻ തയ്യാറായാൽ, If you are ready to move forward in prayer, മറ്റാരും കൂടില്ലെങ്കിലും നീ ദൈവത്തിന് വേണ്ടി വേർതിരിയാൻ തയ്യാറായാൽ, even if no one else joins you, if you are ready to be God set will apart, rewrite your history. നിന്റെ ചരിത്രത്തെ കർത്താവ് തിരുത്തി എഴുതുന്നു. ഇന്ന് രാത്രി ആരേലും എന്തേലും പറഞ്ഞെന്നും കേട്ട് നീ ഒതുങ്ങിയിരിക്കേണ്ടവനല്ല. You don't have to stand aside just because people are saying things about you. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. There is a great purpose of God concerning മനുഷ്യനെ കൊണ്ട് പലതും പിശാച് പറയിക്കും. The enemy will use people to speak many things concerning you. നമ്മൾ പലപ്പോഴും അത് കേട്ടാ ഓക്കെ എന്റെ കാര്യം ഇങ്ങനെ ആയെന്ന് പറഞ്ഞു പോകുക.
Many times we accept that and we move forward. പക്ഷെ യബ്ബേസിനെ പോലെ കർത്താവ് എന്റെ അതിരിനെ വിസ്താരമാക്കണമെന്ന് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, But if you are ready to pray like Jabez, Lord, enlarge my territory today. God will enlarge your territories. നിന്റെ വിസ്താരത്തെ, നിന്റെ കൂടാരത്തെ കർത്താവ് വലുതാക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെ ദൈവം മാറ്റും. The Lord will change our situations. ഇനിയും യാക്കോവേ, നീ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത്? So Jacob, how did you receive the blessing? 22-ാം വാക്യം. In verse 22, chapter 28. അല്ല 32, 22 and 23. 32. No. 22 and 23. എവിടെയാണോ യാക്കോബ് തനിയെ ശേഷിച്ചത്, അവിടെയാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്. It was in the place where he was left alone that God interacted with him. തൻ്റെ തിരക്കുകളും തൻ്റെ സ്കെഡ്യൂളുകളും എല്ലാം മാറ്റിയേച്ച് ദൈവസന്നിധിയിൽ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് സറണ്ടർ ആയപ്പോഴാണ് അവന്റെ മേൽ അനുഗ്രഹം വന്നത്. When he was ready to set aside his busyness and his schedule to sit before the Lord in solitude, God began to interact with നമ്മൾ him. ഈ രാജ്യത്തോട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ച് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നൊക്കെ ചിന്തിച്ചാ വന്നത്. When we came to this country, initially we thought, I need to pray and fast and ask the Lord to use me. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തോട് ചേർന്ന് വന്നപ്പോൾ നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോയി. But as our life situations began to change, we began to flow with the flow of the people around us. ആ പോക്കി നമുക്ക് ഒത്തിരി കാര്യം കിട്ടി. And in that flow, we received a lot of blessings. അപ്പൊ നമ്മൾ കരുതി ഓക്കെ എല്ലാം ഓക്കെ ആണെന്ന്. So we thought everything is good. പക്ഷെ ദൈവം കണ്ട ആ പർപ്പസിനകത്തല്ല നമ്മൾ പോകുന്നത്. But we are not flowing in the purpose that God has for അത് us. തിരിച്ചറിയണമെങ്കിൽ you must sit alone with God. If you want to know the purpose of God, ഒറ്റയ്ക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കണം. എത്ര ശക്തനാണേലും അത് ആവശ്യമാണ്. No matter how mighty you are, that is absolutely necessary. ഞാനൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് കാണിക്കാം. Let me show you an example from the Bible. സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തു. God's own beloved son Jesus. He is omniscient. എല്ലായിടത്തും കാണുന്ന കർത്താവ്. He is omnipresent. എല്ലായിടത്തും സാന്നിധ്യനായിരിക്കുന്ന He is കർത്താവ്. omnipotent. എല്ലാ കഴിവും സർവശക്തനായ So കർത്താവ്. സകലത്തെ അറിയാവുന്നവനല്ലേ കർത്താവ്? The one who sees all things. സർവശക്തനല്ലേ The കർത്താവ്? one who is able to do all things. സർവജ്ഞാനിയല്ലേ കർത്താവ്? Is he not also omniscient? സർവവ്യാപിയുമാണ് കർത്താവ്. Is he not also the God who is omnipotent? പക്ഷെ കർത്താവ് എടുത്ത ഓരോ ഡിസിഷൻസിന് മുമ്പിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. But in every single decision that Jesus took, there was a prayer behind it. 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന രാത്രിയിലും കർത്താവ് പ്രാർത്ഥിച്ചു. All night long Jesus prayed before he chose his disciples. ആ പ്രാർത്ഥനയ്ക്ക് ഒടുവിലും തെരഞ്ഞെടുത്തതിനകത്തിൽ ഒരുവൻ തന്നെ ഉറ്റുകൊടുക്കുന്നവനായിരുന്നു. And even after that prayer, one among the 12 was one that would deceive him. ആ ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ്. And it was the plan of God. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം? If that is the case, how much more so must we pray? പിതാവുമായിട്ട് ഒരു ഡിസ്കഷൻ ഇല്ലാതെ കർത്താവ് ഒരു കാര്യം ചെയ്തില്ല. Jesus did not do a single thing without a single discussion with the Father. പിതാവിന്റെ വില്ലില്ലാത്ത ഒറ്റ കാര്യവും കർത്താവ് ചെയ്തില്ല. Jesus did not do any single thing that was apart from the will of the Father. നിങ്ങൾ നോക്കിയ കർത്താവ് ഓടി നടന്ന് എല്ലാവരെയും സൗഖ്യമാക്കിയില്ല. You must notice Jesus did not run around and heal every single person. ഉദാഹരണം, ഈ പൂൾ ഓഫ് ബെത്സൈദയിൽ ഒത്തിരി പേര് കിടപ്പുണ്ടായിരുന്നു. For example, at the pool of Bethsaida, there were many sick people. അതിൽ ഒറ്റ മനുഷ്യനെ സൗഖ്യമാക്കി. But only one person was healed. കാര്യം സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. Because that was the purpose and plan of God in heaven. നമ്മൾ അത് ഓടി നടന്ന് എല്ലാത്തിനും പൊക്കിയേനെ. If it was us, we might have lifted every single person out of there. ഇനി യെരുശലേം ദേവാലയത്തിന്റെ മുമ്പിൽ ഒരു മുടന്തൻ ഇരിപ്പുണ്ട്. There was a lame man at the gate of the Jerusalem temple. കർത്താവ് ഡെയിലി ഇടക്കിടക്ക് ആലയത്തിൽ വരത്തില്ലായിരുന്നു. And Jesus would also enter into the temple. കർത്താവ് ഈ മനുഷ്യനെ കണ്ടു കാണത്തില്ലേ? Is it possible that Jesus saw this lame കർത്താവ് man? സൗഖ്യമാക്കിയോ? Did Jesus heal that lame man? ഇല്ല, കർത്താവ് അവനെ അവിടെ വെച്ചിരുന്നു. Jesus left him there. കാരണം അവനെ സൗഖ്യമാക്കാനുള്ള ദൗത്യം വേറൊരാളെ ഏൽപ്പിച്ചേക്കുക. Because the duty and the honor of healing that man was on some other person. ഇത് ഡിസൈൻ ആയത് എവിടാന്ന് ചോദിച്ചാൽ പ്രാർത്ഥനാ മുറിയില്ല. This discernment comes in your prayer room. നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടാത്തതെന്ന് തിരിച്ചറിയുന്നത് പ്രാർത്ഥനാ It മുറിയില്ല. is in our prayer room that we decide what we must do and what we must not do. അപ്പൊ യാക്കോബ് തനിയെ ശേഷിച്ചു. തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തനിയെ ശേഷിച്ചെടുത്താണ്
ദൈവം അവനെ അനുഗ്രഹിച്ചത്. So Jacob was waiting on the Lord in solitude, and that is where God blessed ഇന്ന് രാത്രി him. ഇതിനകത്തിരിക്കുന്ന ചിലരെയും കർത്താവിന് അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്. God has a plan to bless some of us seated in this പക്ഷെ room. കർത്താവിന് നമ്മളെ അവൈലബിൾ ആയി കിട്ടുന്നില്ലെന്നുള്ളതാ പ്രശ്നം. But the problem is that we are not available to God. പക്ഷെ നാം അവൈലബിൾ ആകുന്ന നെക്സ്റ്റ് മൊമെന്റ് ദൈവ സാന്നിധ്യം നമ്മെ തേടി വരും. But the moment we become available to God, the presence of God will come. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് Secondly, we read here 25 വാക്യം, verse 25. 32 verse 25. He touched the socket of his hip. ആരുടെ? ഇത്രയും നാൾ ഓടി നടന്ന യാക്കോബിന്റെ തുടയുടെ തടത്തെ ആര് തൊട്ടു? ദൈവം തൊട്ടു. We see that God touched the socket of his hip. എപ്പോഴാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടെന്നറിയാമോ? Do you know when Jacob was blessed? അവന്റെ സ്വയശക്തി ഇല്ലാതായപ്പോൾ. When his own strength was lost. ഞാനും നിങ്ങളും ഒക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഈ ഹിപ്പിന്റെ ബലത്തില. The reason we are all standing upright is because of the strength that our hip yields to us. ഇത് ചെറിയൊരു പൊട്ടൽ വീഴട്ടെ. If you have a small break in this, എത്ര ശക്തനായാലും നെക്സ്റ്റ് മൊമെന്റ് താഴെ വീഴും. no matter how strong you are, the very next second you will അപ്പോൾ collapse. യാക്കോബിന്റെ ജീവിതത്തിന്റെ ശക്തമേറിയ ഒരു ഭാഗത്തെ ആര് തൊട്ടു? And so this place where his strength is being held, whom did the Lord touch? എന്താ അതിന്റെ ആത്മീയ അർത്ഥം? What is the spiritual meaning? നമ്മൾ ഈ ഞാനെന്ന് പറഞ്ഞ് നിൽക്കുന്ന പല ഏരിയാസ് കാണും. There may be many Elijahs in our lives. അത് ഒടിയുന്നെടുത്ത ദൈവമഹത്വം വെളിപ്പെടുന്നത്. But when you are broken, the glory of God is revealed. നമ്മുടെ കഴിവോ, Our strength, നമ്മുടെ സമ്പത്തോ, our money, നമ്മുടെ പ്രാപ്തിയോ our skills, എവിടെ ഒടിയുന്നോ where that is broken, അവിടെ നമ്മുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വരും. there the blessing of God will be revealed. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. നിങ്ങളുടെ ആരുടെയും തുടയൊടിയാനല്ല ഞാൻ ഈ പറഞ്ഞത്. Don't misunderstand me. I'm not asking for all of your hips to be broken. നമ്മുടെ സെൽഫ് പവർ ഒക്കെ ഒന്ന് മാറി കർത്താവേ ഞാൻ ഒന്നുമല്ലെന്ന് പറയുന്നിടത്ത ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടും. When we are able to set aside our self power and we say to God, Lord, I am nothing, there the Lord will touch us. ഒന്ന് രണ്ട് ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയാം. Let me show you one or two examples. മിസ്രൈമിലെ ക്രൗൺ പ്രിൻസ് ആയിരുന്നു മോശ. The crown prince of Egypt was Moses. മിസ്രൈമിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടിയത് ആരാന്ന് ചോദിച്ചാൽ അത് മോശ. It would be Moses that had the highest education in Egypt. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുണ്ട്. മോശ മിസ്രൈമിലെ സകല വിദ്യയും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. We see in the book of Acts that Moses was greatly skilled in word and in deed because of the education and skills he had in Egypt. അപ്പൊ ജ്ഞാനം കൊണ്ടും കരുത്തുകൊണ്ടും അധികാരം കൊണ്ടും ശക്തനായ മനുഷ്യനാ മോശ. So he was a man powerful in his knowledge, in his actions and in his life. മോശയുടെ മേൽ ദൈവത്തിന്റെ ഒരു വലിയ കോളിംഗ് ഉണ്ട്. And there was a great call of God on Moses. നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, തന്റെ അമ്മ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിന്നെ ദൈവം കണ്ടിരിക്കുന്നത് ജനത്തിന്റെ വിടുതലിന് വേണ്ടിയാ. And we know that his mom might have taught him, God has chosen you for the deliverance of the people. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ട് എല്ലാം കൂടി ഇങ്ങനെ തിളച്ചു വന്നപ്പോൾ 40ാമത്തെ വയസ്സിൽ മോശ വിചാരിച്ചു എന്നാ പിന്നെ ഞാനൊന്ന് ഇറങ്ങിയേക്കാം. Then at the age of 40 he thought, if I am the deliverer, then let me go forth and deliver my people. 40ാം വയസ്സിൽ സെൽഫ് പവറിൽ മോശ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത് നമുക്കറിയാം. We all know what happened when he moved in his own strength and self power at the age of 40. പാവം പിടിച്ച ഒരു മനുഷ്യന്റെ ജീവൻ വെറുതെ പോയി. An innocent man was killed on that day. മോശ അവിടുന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. And Moses had to flee the land. മോശയ്ക്ക് പിന്നീട് ഒരിക്കലും മാനുഷികമായ ശക്തിയിൽ ആ ദേശത്തേക്ക് തിരിച്ചു കയറാൻ കഴിയാത്തൊരു സാഹചര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. And now there was a situation where he could never return to the land of Egypt with his own power. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം അതിനെ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി. But I believe God turned that into a blessing in Moses' life. അതൊരു ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. That was the plan of God in his life. അടുത്ത 40 വർഷം ദൈവത്തിന്റെ പണിശാലയ്ക്കകത്ത് ദൈവം അവനെ കയറ്റി. Now God sent him into the service of God's people for the next 40 years. ഫസ്റ്റ് 40ൽ താൻ ഗെയിൻ ചെയ്തെടുത്ത ഫുൾ നോളജിനെ നെക്സ്റ്റ് 40ൽ ദൈവം ട്രെയിൻ ഔട്ട് ചെയ്തു. Whatever knowledge he gained in the first 40 years, God drained it out in the next 40 years of his എന്നിട്ട് ആ life. ബേണിംഗ് ബുഷിൽ നിന്നിട്ട് മോശയെ ദൈവം വിളിച്ചു. And now at that burning bush, God called out to Moses. ഞാൻ നിന്നെ അയക്കാമെന്ന് പറഞ്ഞു. I'm going to send you. What was Moses' reply? Moshe പറഞ്ഞത് എന്താണ്? ഞാൻ യോഗ്യനല്ല, I am not qualified. I am not worthy, Lord. ദൈവം പറഞ്ഞു നിന്നെ എനിക്ക് വേണ്ടത്. God said to Moses, it is you that I want. ഇന്ന് രാത്രി ദൈവത്തോട് പറയണം, കർത്താവേ എന്റെ കഴിവോ പ്രാപ്തി കൊണ്ടൊന്നും എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ ഒക്കത്തില്ല. Come on, begin to tell God, Lord, I cannot serve you in your service with my own knowledge and strength. ഇന്ന് രാത്രി എന്റെ ബലം കൊണ്ട് ദൈവരാജ്യം ചലിപ്പിക്കാൻ ഒക്കത്തില്ല. I cannot shake the kingdom of God with my own power. എനിക്ക് നിന്റെ ശക്തി ആവശ്യമാണ്. Lord, I am in need of your power. അത് പറയുന്ന നെക്സ്റ്റ് മൊമെന്റ് ദൈവം നിന്നെ അനോയിന്റ്
അപ്പോയിന്റ് ചെയ്തയക്കും. That very next moment you will receive the നീ anointing. ബലഹീനനായിരിക്കാം, You may be weak. നീ അശക്തനായിരിക്കാം, You may be incapable. പക്ഷെ ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. But the presence of God will be with you. നോക്കിയ ഈ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന മോശയ്ക്ക് എത്ര വയസ്സുണ്ട്? Now, how old is Moses at the shore of the Red Sea? 80 വയസ്സുണ്ട്. He's 80 years 80 old. വയസ്സാകുമ്പോ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. At 80, your hand will begin to tremble. നേരെ നിൽക്കാൻ പറ്റുകയില്ല. You may not be able to മാത്രമല്ല stand straight. പുറയെന്നുള്ള പ്രഷർ അത്ര വലുതാ. There's a huge problem behind you. മുമ്പിലുള്ള വെല്ലുവിളി വലുതാ. And there is a challenge that is great ahead of you. രണ്ട് സൈഡിലും വഴി അടഞ്ഞു നിൽക്കുക. And both sides on the right and left are closed. പക്ഷെ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞവൻ കൈ ഉയർത്തിയപ്പോൾ, But the man who said, I am nothing, when he raised up his hand in obedience. യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. There is a word in the book of Isaiah. യഹോവയുടെ ഭുജം മോശയുടെ വലം കൈക്ക് ചെല്ലുമാറാക്കി. Now the hand of the Lord was outstretched അത് upon the കണ്ടപ്പോൾ hand of സമുദ്രം Moses, പിൻവാങ്ങി. and the Red Sea took back. ഇന്ന് രാത്രി ഞാൻ പറയും, നീ നേടിയ നോളജ് അല്ല ദൈവകരത്തെ ചലിപ്പിക്കുന്നത്, നീ നേടിയ നോളജ് അല്ല അന്ധകാരത്തെ വിറപ്പിക്കുന്നത്, നിന്നിൽ പകർന്ന ദൈവശക്തിയ പൈശാചിക മേഖലകളെ തൊടുന്നത്. It is not the knowledge and the power that you sought after that will shake the kingdom of darkness, but the presence of God that has taken hold of you. ഇന്ന് രാത്രി നിന്റെ കഴിവല്ല അഭിഷേകമാണ് നിന്നെ വ്യത്യസ്തനാക്കുന്നത്. Tonight what sets you apart is not your skill, it is the anointing of the Holy Spirit. ഇത് തിരിച്ചറിയണമെങ്കിൽ 1-2 പ്രാവശ്യം നോർത്ത് ഇന്ത്യ പോയാൽ മതി. In order to know this, go to North India once or twice. അവിടെ പോയി നമ്മൾ ഈ പഠിച്ച തിയോളജി പോയിട്ട് യേശു ആരാന്ന് പറഞ്ഞാൽ പോലും അറിയത്തില്ല. If you go into North India and share your theology, they may not even know who Jesus പക്ഷെ is. നിന്റെ മേൽ ദൈവശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന നെക്സ്റ്റ് മൊമെന്റ് അവൻ നിന്റെ മുമ്പിൽ വീഴും. But the moment he realizes that the power of God is upon you, he will come stand before you the very അപ്പൊ next നമ്മുടെ second. ജ്ഞാനമോ നമ്മുടെ പ്രാപ്തിയോ ഒന്നും അല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ് ദൈവമഹത്വത്തെ കൊണ്ടുവരുന്നത്. It is not our knowledge and our strength that is able to do the work of God, but the grace that is abounding in our weakness that makes us to do great things for യാക്കോബ് God. വലിയ കഴിവും മിടുക്കും ഒക്കെ ഉള്ള മനുഷ്യനല്ലേ, സമ്പത്ത് വലിച്ചു കൂട്ടി, താൻ ആഗ്രഹിച്ച ഭാര്യയെ നേടി, ആമെ ഒത്തിരി മക്കളെ ഉണ്ടാക്കി. പക്ഷെ ഇതൊന്നും ചില സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തനാക്കിയില്ല. Jacob was a capable man. He was able to gain a lot of wealth and a lot of children. He had 2 wives, and yet none of this could bring him to fulfillment. എന്നാൽ എവിടെ അവൻ ഉടയപ്പെട്ടോ അവിടെ ദൈവത്തിന്റെ കരം അവനെ അക്കരെ കടത്തി. But in the moment that he was broken before the Lord, the presence of God took him across. അവനെ ദൈവത്തിന്റെ വലിയ പദ്ധതിയിലേക്ക് അവനെ ദൈവാത്മാവ് നടത്തിക്കൊണ്ടു പോകാനായിട്ട് And the ഇടയാക്കി. Holy Spirit began to take him into the great purpose of God. തിരുവചന ഉടനീളം പരിശോധിച്ചാൽ ആരൊക്കെ ഉടയപ്പെട്ടോ അവരെ ദൈവം അസാധാരണമായിട്ട് ഉപയോഗിച്ചു. When you search the scriptures, you will know that whoever was broken was used by God in an extraordinary fashion. ഗമാലിയേലിന്റെ കാൽക്കൽ നിന്ന് ന്യായപ്രമാണത്തെ അരച്ചു കുടിച്ച മനുഷ്യനാ പൗലോസ്. Paul was a man who was able to, hallelujah, drink up all the knowledge under the leadership of പക്ഷെ Gamaliel. ദൈവത്തിന്റെ കരം അവനെ തൊട്ടപ്പോൾ അവന്റെ സകല വിദ്യാഭ്യാസവും 0 ആയിപ്പോയി. But when the hand of God touched him, all his education came to nothing. പിന്നെ താൻ പറയുന്നത് ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. And now this man says, I am who I am by the grace of Jesus. ഇന്ന് രാത്രി ആ കൃപയാ നമ്മെ ശക്തീകരിക്കുന്നത്. It is this grace that strengthens us പൗലോസ് tonight. പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ശൂലം മാറണം. Paul prayed, Lord, let my infirmity be പക്ഷെ കർത്താവ് gone. പറഞ്ഞു ശൂലം അവിടെ ഇരിക്കട്ടെ, പക്ഷെ നിന്റെ കൂടെ കൃപ ചലിക്കും. But the Lord said, let the thorn remain. My grace is sufficient for you. ഇന്ന് രാത്രി ശൂലം ഇല്ലാത്തതല്ല നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം, നിന്റെ ശൂലം അനുഗ്രഹം. കാരണം ആ ശൂലത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ചലിച്ചുകൊണ്ടിരിക്കും. It is not the person who lacks a thorn that can be used by God. It is your thorn that is your blessing, because grace is hovering over that thorn. സഹോദര, നിന്റെ ജീവിതത്തിൽ ദൈവം ശൂലം തന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. അധികം കൃപ നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. If you have a thorn in your life, my brother, give him praise this evening, because grace upon grace is hovering. നിന്റെ മുറിവിന്റെ ആഴത്തിനനുസരിച്ച് അഭിഷേകത്തിന്റെ എണ്ണ നിന്നിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക. According to the level of your brokenness, anointing of the Holy Spirit is multiplied unto you. നിന്റെ വേദനക്കനുസരിച്ച് നിന്റെ മേൽ ആശ്വാസത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. According to the level of your suffering, the hand of comfort is ഇന്ന് രാത്രി കൃപ ചലിക്കട്ടെ, കൃപ ചലിക്കട്ടെ, കൃപ ചലിക്കട്ടെ. ദൈവമഹത്വം ചലിക്കട്ടെ. ഈ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ കൃപ ചലിക്കട്ടെ. ഓവർഫ്ലോയിങ് ഗ്രേസ് ജനത്തിനു മേൽ വ്യാപരിക്കട്ടെ. എല്ലാ മുറിവുള്ള ഹൃദയങ്ങളിലേക്കും ദൈവത്തിന്റെ ഡിവൈൻ ഗ്രേസ് ചലിക്കട്ടെ. Every broken heart, we pray for the grace of God to touch എല്ലാ you. നിരാശകളും മാറട്ടെ. Every hopelessness be എല്ലാ gone. ആങ്സൈറ്റി മാറട്ടെ. Every anxiety be removed. സന്തോഷം ജനത്തിന്റെ നടുവിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. Let the joy of the Lord manifest. അപ്പൊ ഇന്ന് രാത്രി മുറിവുണ്ടോ?
ദൈവകൃപ അധികമായി നിന്നിൽ പകർന്നുകൊണ്ടിരിക്കുക. So if there is a brokenness in your life, there is a grace over your life. വേഗത്തിൽ പോകാം. രണ്ട് കാര്യം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me move forward, two more things. മൂന്നാമത്തെ കാര്യം, Thirdly, ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കാൻ കാരണം അവന് കർത്താവിനെ വേണമെന്നുള്ള ആ വിശപ്പ് ദൈവം തിരിച്ചറിഞ്ഞു. there was a great hunger in Jacob that God discerned. I need you, Lord, was that hunger. കാൽ ഉളുക്കി നേരെ നിൽക്കാൻ വയ്യ. His hip is broken, he cannot stand upright. പക്ഷെ ഇപ്പോഴും പിടിവിട്ടിട്ടില്ല. But even then he won't let go. അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിക്കല്ലാതെ ഞാൻ നിന്നെ He's വിടത്തില്ല. saying, Lord, I will not let you go unless you bless me. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ലിറ്ററലി നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. If there is such a hunger in your heart, literally, God will bless you. വേദനയുടെ കയ്പ് നീ കുടിച്ചോണ്ട് നിൽക്കുമ്പോഴും പറയണം, കർത്താവേ എന്റെ വിഷയത്തിൽ പരിഹാരം തരാതെ ഞാൻ നിന്നെ വിടത്തില്ല. Even when you are drinking from the bitter cup of your suffering, call unto the Lord and he will indeed bless പ്രാർത്ഥനയിൽ you. ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും ഹൃദയത്തിൽ ഒന്ന് പറയാൻ തയ്യാറായ ദൈവം നിന്നെ ശക്തീകരിക്കും. Even if you have no words to pray, if you are ready to call out to him from the bottom of your heart, the Lord knows your ദൈവം matter. നോക്കുന്ന നിന്റെ ജെനുവിനിറ്റിയാ. God is looking at your നീ genuineness. കാര്യസാധ്യത്തിന് വന്നതാണോ അതോ റിയലി ദൈവത്തെ ആഗ്രഹിച്ചു വന്നതാണോ? Have you come just to have your matter solved, or have you come in genuine pursuit of ഇന്ന് God? രാത്രി നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കും. നിന്റെ അകത്ത് ആ വിശപ്പുണ്ടെങ്കിൽ. If there is a hunger in you, genuinely God will bless you. സോ ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ് യാക്കോബിൽ വന്നപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. When there was a hunger for God, God blessed Jacob. മറ്റെല്ലാറ്റിനേക്കാളും എന്റെ ദൈവമാണ് എനിക്ക് വേണ്ടത്, എനിക്ക് വലിയവനെന്നുള്ള വിശപ്പ് നിന്റെ മേൽ വരുന്ന നെക്സ്റ്റ് മൊമെന്റ് ക്രൈസ്റ്റ് നിന്നിലൂടെ റിവീൽ ആയി വരും. The second you have the hunger that God is above everything else and I hunger for him more than everything else, God will reveal നിന്റെ himself. പ്രയോറിറ്റി ദൈവമായി മാറുമ്പോൾ ദൈവമഹത്വം നിന്റെ മേൽ ഇറങ്ങും. When your priority is God, God's glory will come upon you. ലാസ്റ്റ് കാര്യം, Finally, യാക്കോബ് ദൈവവുമാകെ ഹോണസ്റ്റ് ആയി തീർന്നു. Jacob was honest before നിന്റെ God. പേരെന്നാന്ന് ചോദിച്ചോ പറഞ്ഞു God asked him, what is your name? യാക്കോബ്. Jacob said, my name is Jacob. നമ്മൾ 3 ക്വാളിറ്റി മുമ്പേ പറഞ്ഞായിരുന്നു. I told you about one of his qualities earlier. ഐ എം എ ഗ്രാബർ. He's a ഞാനൊരു grabber. പിടിച്ചുപറിക്കാരനാണ്. I am somebody that grabs people. ഞാൻ വിലപേശുന്നവനാണ്. I am somebody that bargains. ഞാൻ ചതിയനാ. I am a deceiver. തൻ്റെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് ദൈവവും അങ്ങ് പറഞ്ഞു, ഇനി നിന്നെ ആരും അങ്ങനെ വിളിക്കത്തില്ല, ഇനി നീ എൻ്റെ പേരിൽ അറിയപ്പെടും. When he confessed his genuine nature before God, God said to him, no one will call you Jacob henceforth, you will be known by my name henceforth. ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ലോകം പല പേര് വിളിക്കുന്നുണ്ടായിരിക്കാം. Today the world may call you many names. നിങ്ങൾ ചിലപ്പോൾ പിന്മാറ്റക്കാരനാണെന്നോ, People may call you a backslider, നിങ്ങളൊരു വഴക്കളിയാണെന്നോ, or that you're a contender, നിങ്ങളൊരു പ്രശ്നക്കാരനാണെന്നോ, you're a person of problems, നിങ്ങൾ ആർക്കും ഒരു you പ്രയോജനമില്ലാത്തവനാണെന്നോ are useless. ഒക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ. People will say many things, continue to say. നിങ്ങൾ അവരോടൊന്നും പറയണ്ട. You don't have to respond to anybody, പക്ഷെ പ്രാർത്ഥന മുറി നീ ദൈവത്തോടൊന്ന് പറയണം. but you can say it before the Lord in your prayer room. ദൈവം നിന്റെ പേരിനെ മാറ്റും. God will change your name. ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും. God will change your situations. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ആൾക്കാർ ചോദിച്ചോണ്ടിരുന്നേ. People were asking, can anything good come out of Nazareth? പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ വെളിപ്പെട്ടത് അതേ നസ്രത്തിൽ But നിന്നാണ്. the greatest goodness in the world came out of Nazareth. ഇന്ന് രാത്രി മനുഷ്യൻ നിന്നെ പറ്റി എഴുതി തള്ളിയ ആ വിഷയത്തിനകത്തുനിന്ന് ഏറ്റവും ശ്രേഷ്ഠമായി പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇരിക്കുന്നത്. We are sitting in the presence of God who is able to bring forth the greatest goodness out of that which was rejected to the utmost. ദൈവമുമ്പാകെ ഹോണസ്റ്റ് ആണോ? ഡെഫിനറ്റ്ലി ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. Are you honest before the Lord? God will indeed bless you. ഇന്ന് രാത്രി ദൈവമുമ്പാകെ ഒന്ന് ഹോണസ്റ്റ് ആകാൻ തയ്യാറാകണം. Are you ready to be honest before the Lord? ലാസ്റ്റ് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me tell the final thing and end. അടുത്ത ഭാഗം ഇങ്ങനെയാ വായിക്കുന്നത്. The next portion says this. അവൻ പെനിയയിൽ കടക്കുമ്പോൾ As he was crossing Peniel, സൂര്യൻ ഉദിച്ചു. the sun rose. ബഥേൽ ദൈവത്തിന്റെ ഭവനമാണ്. Bethel was the house of God. നമ്മുടെ ചർച്ചിന്റെ പേരും ബഥേല. The church is named as Bethel. പക്ഷെ പലരും ബഥേലിൽ വന്നു അവരുടെ ജീവിതത്തിനകത്തൊന്നും ഇരുട്ട് മാറിയില്ല. But even after coming to Bethel, their life and their darkness has not been removed from their life. പക്ഷെ ഇരുട്ട് മാറുന്ന ഒരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്താം. But let me introduce you to a place where darkness flees. അത് പെനിയേല. That was Peniel. ബഥേൽ എല്ലാവരും കൂടെ വരുന്ന സ്ഥലമാണ്. Bethel was for everybody. പക്ഷെ പെനിയേൽ 1-to-1 എൻകൗണ്ടർ ഉള്ള സ്ഥലമാണ്. But
Peniel is a place where you have a one-to-one solitary encounter with God. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒരു ബഥേല് മാത്രമല്ല ഉണ്ടാകേണ്ടത്, ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒരു പെനിയേലും ഉണ്ടായിരിക്കണം. In a saint's life, it is not enough to only have Bethel. We also need a Peniel. നിന്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതിയെ നിന്നിലേക്ക് വെളിപ്പെടുത്തുക, നിന്നെ ദൈവിക പദ്ധതിയിലേക്ക് കയറ്റുന്ന ഇടത്തിന്റെ പേരാ പെനിയേൽ. It is the place where God's purpose is revealed to you one-to-one, and God Himself is really അത് revealed to നിന്നെ you. ജീവനിലേക്ക് നയിക്കുന്ന ഇടമാ. It is a place where God leads you into His life. ഇന്ന് രാത്രി ബഥേലിൽ അസ്തമിച്ച സൂര്യൻ ഉദിക്കണോ, നിന്റെ ജീവിതത്തിൽ ഒരു പെനിയേലിന് വേണ്ടി നീ കൊതിക്കണം. You must be hungry for a Peniel where the sun rises after it has set in Bethel. എത്ര പേർ ഇന്ന് രാത്രി ആ പെനിയേലിന്റെ എക്സ്പീരിയൻസ് എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു? How many of you are hungry today? I need a Peniel experience. ഇന്ന് രാത്രി ഒരു 1-to-1 എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ വന്നാൽ എന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe if I have a one-to-one encounter with God, the situation of my life will change? അങ്ങനെ സമർപ്പണമുള്ളവർ ദൈവസ്ഥലിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. If you have a surrender today, stand in the presence of God. ആമേൻ. യാബോക്കിന് മുമ്പ് നീ ഭയപ്പെട്ട ഒരു ഏശാവ് ഉണ്ടല്ലോ. There is an Esau that you were afraid of in Jabbok. ആ ഏശാവിനെ പ്രീതിപ്പെടുത്തേണ്ടതിന് യാക്കോബ് ഒത്തിരി സമ്മാനം മുമ്പിൽ അയച്ചു. But there was many things that Esau had sent as a blessing to reconcile with Jacob. എന്നിട്ട് അതിന്റെ പുറകെ പോകാനാ പുള്ളി പ്ലാൻ ചെയ്തത്. He was planning to go right behind him. പക്ഷെ പെനിയേൽ കടക്കുമ്പോ പ്ലാൻ മാറി. But after he was crossing Peniel, the plan changed. അവൻ മുമ്പിൽ കയറി. He began to go forward. ആടുമാട് പുറകെ വന്നു. All the flock was behind him. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു പെനിയേൽ ഉണ്ടെങ്കിൽ നീ ഭയപ്പെടുന്ന പലതിനെയും ഓവർകം ചെയ്യാൻ ദൈവം നിനക്ക് ബലം തരും. If you have a Peniel today, you will overcome the many things that you are afraid of. ദൈവം നമുക്ക് ജയം തരും. God will give us the victory. അതിന് നമ്മളൊന്ന് സമർപ്പിക്കണം. Let us surrender today. നമ്മൾ 1-to-1 എൻകൗണ്ടറിനായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഒറ്റപ്പെടുന്ന അനുഭവത്തിലേക്ക് വരണം. Let us come to a solitary experience of a one-to-one encounter with God. നമ്മൾ ദൈവം മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം, ഒന്നുമില്ലെന്നൊന്ന് സമർപ്പിക്കണം. Let us surrender before the Lord as if we have nothing. നമ്മൾ ദൈവത്തിന് വേണ്ടി വാഞ്ചയോടെ അടുത്ത് ചെല്ലണം. Let us go before the Lord with hunger and thirst. ദൈവമുമ്പാകെ നമ്മൾ ഹോണസ്റ്റ് ആകണം. Let us become honest before the ഈ Lord. 4 അനുഭവം ഉണ്ടെങ്കിൽ If you have these 4 experiences, you will no more a Jacob, you will be an Israel. നിങ്ങൾ യാക്കോബല്ല, നിങ്ങൾ ഇസ്രായേലായി മാറും. ഇതുവരെ നീ അധ്വാനിച്ച മൊത്തം നിന്റെ അനുഗ്രഹത്തിനാ. Everything that you have worked hard for was for you. But after Peniel you will be a blessing. പക്ഷേ പെനിയേലെ കടക്കുമ്പോൾ നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവനായി മാറും. ആമേൻ. നമ്മെ ദൈവം വിളിച്ചത് അനുഗ്രഹിക്കപ്പെടാൻ മാത്രമല്ല, അനുഗ്രഹമായി മാറാനാ. God did not call us to be blessed alone, but to be a blessing too. ആ ഡിവൈൻ പർപ്പസിലേക്ക് കയറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് രാത്രി നമ്മെ